ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 2010 തൊട്ട് 2012 വരെ പ്രിലിംസിന് ചോദിച്ച ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ കറാച്ചി സെഷൻ ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഇൻ 1931 പ്രിസൈഡഡ് ഓവർ ബൈ സർദാർ പട്ടേൽ. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് PSCയിൽ അല്ലേ. 1931 കോൺഗ്രസിന്റെ സെഷൻ, അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു, അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ പട്ടേൽ ആയിരുന്നു. ഹു ഡ്രാഫ്റ്റഡ് ദ റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് പ്രോഗ്രാം? ആരാണ്? നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ, അതായത് മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ എക്കണോമിക് പ്രോഗ്രാം, ഇതിനു വേണ്ടിയുള്ള റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ ബി ആണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. Who among the following were official Congress negotiators with the ക്രിസ്പ് മിഷൻ? ക്രിസ്പ് മിഷന്റെ ഒപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഒഫീഷ്യൽ നെഗോഷിയേറ്റേഴ്സ്, അതായത് ചർച്ചക്കാർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, പണ്ഡിറ്റ് നെഹ്റു ആൻഡ് മൗലാന ആസാദ്. നമ്മൾ പഠിക്കുന്നതാണ് ക്രിസ്പ് മിഷനുമായിട്ട് അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്പ് മിഷനൊക്കെ ഇപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വിത്ത് റെഫറൻസ് ടു ദ പോണ്ടിച്ചേരി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, only one. The first യൂറോപ്യൻ പവർ ടു ഓക്യുപ്പൈ പോണ്ടിച്ചേരി വേർ ദ പോർച്ചുഗീസ്. ഫസ്റ്റ് യൂറോപ്യൻ പവർ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. Who among the following Governor General created the Conservative Civil Service of India? നമുക്കറിയാം, പിന്നെ അത് ഇന്ത്യൻ സിവിൽ സർവീസ് ആയി. PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഉത്തരം ഓപ്ഷൻ സി ആണ്, കോൺവാലിസ്. What was the immediate cause for the launch of സ്വദേശി മൂവ്മെന്റ്? സ്വദേശി മൂവ്മെന്റ് പെട്ടെന്ന് നടക്കാനുള്ള കാരണം എന്തായിരുന്നു? നമുക്കറിയാം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ബൈ ലോർഡ് കേഴ്സൺ ആണ്. 1905 ബംഗാളിന്റെ പാർട്ടീഷൻ ആയിരുന്നു. അന്ന് ആരായിരുന്നു? ലോർഡ് കേഴ്സൺ ആയിരുന്നു. നമ്മൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, only 2 ആണ് കറക്റ്റ്. അതായത് നമുക്കറിയാം, ആചാര്യ JB കൃപലാനി വാസ് വൺ ഓഫ് ദ മഹാത്മാഗാന്ധിസ് കൊളീഗ്സ് ഇൻ ഹിസ് ചമ്പാരൻ. ചമ്പാരനിലെ ഒരു കൊളീഗ് ആയിരുന്നു. ഓക്കെ, ആചാര്യ KB കൃപലാനി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചമ്പാരനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. By a regulation in 1793, the district collector was deprived of his judicial powers. 1793 ഒരു റെഗുലേഷൻ പ്രകാരം ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ജുഡീഷ്യൽ പവേഴ്സ് ഒക്കെ കുറച്ചു. എന്നിട്ട് മേഡ് ദ കളക്ടിങ് ഏജന്റ് ഉള്ളി. എന്താണ് അങ്ങനെ ഒരു റെഗുലേഷൻ ഉള്ള കാരണം? ജുഡീഷ്യൽ പവേഴ്സ് ഒക്കെ ഡിപ്രൈവ് ചെയ്തു. അതിന്റെ കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോർഡ് കോൺവാലിസ് വാസ് അലാംഡ് അറ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് പവർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് കളക്ടർ. അതായത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സിലൊക്കെ ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് അവര് കൊണ്ടുവന്നു. With reference to India, consider അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ ഇസ് നോട്ട് ട്രൂ അബൌട്ട് ദ ക്വിറ്റ് ഇന്ത്യ? നമുക്കറിയാവുന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് ട്രൂ അല്ലാത്തത്. ഇറ്റ് ഡിഡ് നോട്ട് അട്രാക്ട് ദ ലേബർ ക്ലാസ് ഇൻ ജനറൽ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വലിയൊരു സമരമായിരുന്നു, ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു. മഹാത്മാഗാന്ധിയാണ് നയിച്ചത്. ഒരു സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ആയിരുന്നു. ഇതൊക്കെ കറക്റ്റ് ആണ്. Which amongst the following provide a common factor for tribal insurrection in India in the 19th century? 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ട്രൈബൽ ഇൻസറക്ഷൻ, ട്രൈബൽ അവരുടെ ഗോത്രവർഗക്കാരുടെ ഒരു വലിയ ലഹള നടന്നു. ഒരുപാട് വർഗക്കാരുടെ ലഹള വന്നു. ഒരു കോമൺ ഫാക്ടർ എന്തായിരുന്നു? ദ കംപ്ലീറ്റ് ഡിസ്റപ്ഷൻ ഓഫ് ദ ഓൾഡ് അഗ്രേറിയൻ ഓർഡർ ഓഫ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അതായത് അവരുടെ അഗ്രേറിയൻസ്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഡിസ്റപ്ഷൻ വന്നു. നമ്മൾ കണ്ടതാണ്, ഒരുപാട് വന നിയമങ്ങളും പലതും കൊണ്ടുവന്ന് അവരുടെ അവകാശങ്ങളൊക്കെ പലതും കുറയ്ക്കുകയും അവരുടെ തൊഴിലിനൊക്കെ നല്ല രീതിയിൽ ബാധിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ പഠിക്കുന്നതാണ്. With reference to the period of colonial rule in India, home charges formed an important part of drain of wealth from India. അതായത് ഡ്രെയിൻ ഓഫ് നമ്മുടെ ചോർച്ച, നമ്മുടെ രാജ്യത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത് എന്തായിരുന്നു? ചോർത്തിക്കൊണ്ട് പോകുമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തതാണ് ഹോം ചാർജസ് എന്ന് പറയുന്നത്. എന്താണ് ഹോം ചാർജസ്? ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെല്ലാം കറക്റ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 എല്ലാം കറക്റ്റ് ആണ്. ഫണ്ട്സ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഓഫീസ് ഇൻ ലണ്ടൻ. ഫണ്ട്സ് യൂസ്ഡ് ടു pay salaries and pensions of British personnel engaged in India. Funds used for waging wars outside India by the British. അതായത് എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ലണ്ടനിലെ അവരുടെ ഓഫീസ്, അതിനു വേണ്ടി ഉപയോഗിക്കുക. അവരുടെ ബ്രിട്ടീഷുകാർക്ക് പെൻഷനും സാലറിയും കൊടുക്കാൻ ഉപയോഗിക്കുക. പിന്നെ എന്താണ്? വാറിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക ബ്രിട്ടീഷുകാർ. അതിനു വേണ്ടിയായിരുന്നു ആ വെൽത്ത് ഉപയോഗിച്ചിരുന്നത്.
Home charges were the expenses incurred by the British government in England on behalf of India during the period of colonial rule. These expenses were a major source of economic exploitation of India by the British. നമ്മൾ എന്താണ് സാമ്പത്തികമായി ചൂഷണം ചെയ്യുമായിരുന്നു, നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ ഇംഗ്ലണ്ടിൽ നടത്തിയ ചെലവുകൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ ഹോം ചാർജസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. What was the reason for Mahatma Gandhi to organize a satyagraha on behalf of the peasants of Keda? കേദയിലെ കർഷകരുടെ ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഒരു സത്യാഗ്രഹമൊക്കെ ഇത് ചെയ്തു. അതിന്റെ കാരണം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, only one. The administration did not suspend the land revenue collection in spite of a drought. വരൾച്ചയായിരുന്നു, എന്നിട്ട് പോലും എന്താണ് അവർ റവന്യൂ കളക്ഷൻ, ടാക്സ് പിരിക്കുന്നത് അവർ നിർത്തിയില്ല, അല്ലേ? With the reference to the period of an Indian freedom struggle, which one of the following were recommended by the Nehru report? Nehru റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 and 3 ആണ്. ജോയിൻ ഇലക്ട്രോഡ്സ് ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ മൈനോറിറ്റീസ്. മൈനോറിറ്റീസിന് വേണ്ടി സീറ്റ്സ് റിസർവ് ചെയ്യുക. പ്രൊവിഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, അതിന്റെ പ്രൊവിഷൻ വേണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ നെഹ്റു റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇവിടെ വരുന്നില്ല. ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് 2 3 The Congress ministers resigned in 7 provinces in 1939 because 1939 7 പ്രവിശ്യകളിൽ നിന്ന് കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് ഒക്കെ റിസൈൻ ചെയ്തു. അതിന്റെ കാരണം എന്താണ് കൊടുത്തിരിക്കുന്നത്? നൺ ഓഫ് ദ എബോവ് എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. Which of the following are the principal features of Government of India Act 1990? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 and 3 ആണ്. Introduction of diarchy in the Executive Council of the Provinces. ഡയാർക്കിയുടെ ഇൻട്രൊഡക്ഷൻ. അതുപോലെ തന്നെ എന്താണ് devolution of legislative authority by the center to the provinces. സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രോഡ്സ് ഫോർ മുസ്ലിംസ് വരുന്ന 1919 ഇതുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. During the Indian freedom struggle, the National Conference was formed. What was the reason for its formation? എന്തിനു വേണ്ടിയാണ് നാഷണൽ സോഷ്യൽ കോൺഫറൻസ് ഫോം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. Indian National Congress did not want to include social reforms in its deliberations. Social reforms എന്ന് പറഞ്ഞത് സാമൂഹ്യപരമായ പരിഷ്കാരങ്ങൾ അവരെന്താണ് ഇൻക്ലൂഡ് ചെയ്തില്ല. But decided to form a separate body for such a purpose. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് വേറെ ഒരു ബോഡി അവർ ഫോം ചെയ്യുന്നത്, സോഷ്യൽ റിഫോംസ്, സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി. അതായത് നമുക്കറിയാം കാലത്ത് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെ? Which of the following parties were established by Dr. B.R. Ambedkar? ഇത് UPSCയുടെ തന്നെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏതോ ഒരു വർഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 and 3 ആണ് കേട്ടോ. അതൊന്ന് ഓർത്തിരുന്നോ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനും ദ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. Mahatma Gandhi undertook fast into death in 1932 mainly because മരണം വരെ സത്യാഗ്രഹം എന്തിനു വേണ്ടിയാണ് 1932 എടുത്തത്? രാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1932 ആകുമ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. With reference to right various settlement, consider the following statements. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എല്ലാം കറക്റ്റ് ആണ്. 1 2 3 എല്ലാം കറക്റ്റ് ആണ്. The rent was paid directly by the peasants to the government. ഗവൺമെന്റിന് ഡയറക്ട്ലി കൊടുത്തു. The government gave partas to the rights. അവർക്ക് എന്ത് കൊടുത്തു? പാട്ട് കൊടുത്തു. The lands were surveyed and assessed before being taxed. സർവേ ചെയ്യുകയൊക്കെ ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് വാരി, മഹൽവാരി, പെർമനന്റ് സെറ്റിൽമെന്റ് ഒക്കെ PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദ മോസ്റ്റ് എഫക്റ്റീവ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദാദാബായ് നവറോജി ടു ദ കോസ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. എന്താണ് ഇതിനകത്ത് ദാദാബായ് നവറോജിയുടെ ഒരു സംഭാവന, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, സംഭാവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, only one. നമുക്ക് അറിയാവുന്നതാണ്. എക്സ്പോസ്ഡ് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്ത്യ ബൈ ദ ബ്രിട്ടീഷ്. ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ ബ്രിട്ടീഷുകാർ നമ്മളുടെ സാമ്പത്തിക ചൂഷണം, നമ്മുടെ സമ്പത്ത് അവർ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു.
പിന്നെ റൗലറ്റ് ആക്ട് അറിയാവുന്നതാണ്, ഇംപ്രസ്മെന്റ് വിത്തൗട്ട് ട്രയൽ ആൻഡ് സമ്മറി പ്രൊസീജിയേഴ്സ് ഫോർ ട്രയൽ, അതായത് ട്രയൽ ഒന്നുമില്ലാതെ എന്താണ് ജയിലിൽ അടയ്ക്കുന്ന ഇത് റൗലറ്റ് ആക്ട് 1919. പിന്നെ ജാലിയൻ വാലാബാഗിലേക്ക് എത്തി നമ്മൾ പഠിക്കുന്നതാണ്. ദ ലാഹോർ സെഷൻ ഓഫ് ദി ഇന്റർനാഷണൽ കോൺഗ്രസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഹിസ്റ്ററി. നമുക്കറിയാം 1929 നെഹ്റു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ ഉത്തരം കൊടുത്തിരിക്കുന്നത് ബി ആട്ടോ, 2 ഉം 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നോക്കിക്കേ, ഇതെല്ലാം അതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരും. ദ കോൺഗ്രസ് പാസ്ഡ് എ റെസൊല്യൂഷൻ ഡിമാൻഡിംഗ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജ്. അത് ഇതിനകത്തല്ലേ നമ്മൾ പി എസ് സിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1929 ലാഹോർ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്തു. 1930 ജനുവരി 26 നമുക്ക് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞു, അതും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റും തമ്മിലുള്ള ഒരു റിഫ്റ്റ് അവിടെ പരിഹരിക്കപ്പെട്ടു. പിന്നെ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് റിജക്ട് ചെയ്ത് 2 നേഷൻ തിയറി എന്ന് പറയുന്നത് റിജക്ട് ചെയ്തു, ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തു. ഇത് 3 ലാഹോർ സെഷൻ 1929 ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷെ അവർ ആൻസർ കൊടുത്തത് ബി ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ബ്രഹ്മസമാജ്? ബ്രഹ്മസമാജുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെയാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്, 1 ഉം 2 ആണ് കറക്റ്റ്. ഇറ്റ് ഓപ്പോസിറ്റ് ഐഡോലട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഐഡോലട്രി എന്ന് പറഞ്ഞാൽ എന്താ? വിഗ്രഹ ആരാധനയെ ഓപ്പോസിറ്റ് ചെയ്തു. ഇറ്റ് ഡിനൈഡ് ദ നീഡ് ഓഫ് എ പ്രീസ്ലി ക്ലാസ് ഫോർ ഇന്ററപ്റ്റിംഗ് ദ റിലീജിയസ് ടെക്സ്റ്റ്, അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ, ആ ഒരു ക്ലാസ് അവിടെ ആവശ്യമില്ല എന്ന ഒരു ആവശ്യം അവരവിടെ നിഷേധിക്കുകയൊക്കെ ചെയ്തു. അത് ബ്രഹ്മസമാജുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആണ്. ഇതിനകത്ത് വിച്ച് ഓഫ് ദ എബോവ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഇന്ത്യ ബൈ ഇംഗ്ലീഷ്? ഇംഗ്ലീഷുകാർ ഇതിനകത്ത് ഏതൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നാണ് അവർ ആൻസർ കൊടുത്തിരിക്കുന്നത്. അസസ്മെന്റ് ഓഫ് ലാൻഡ് റവന്യൂ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ദ സോയിൽ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ക്രോപ്സ്, അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അതായത് സോയില്, മണ്ണിന്റെ നേച്ചറും അതുപോലെ തന്നെ ക്രോപ്സിന്റെ ഒക്കെ ക്വാളിറ്റി അനുസരിച്ചുള്ള ഒരു റവന്യൂ അവിടെ വരുന്നില്ല. പിന്നെ മൊബൈൽ ക്യാനൻസ് വാർഫെയറിൽ യൂസ് ചെയ്യുന്നത്, ടുബാക്കോ, റെഡ് ചില്ലീസിന്റെ കൾട്ടിവേഷൻ, കപ്പയും അതുപോലെ തന്നെ ചുമന്ന മുളക്, അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല. അതൊക്കെ ഇംഗ്ലീഷുകാരാ, നമ്മളങ്ങനെ കേട്ടിട്ടില്ല. The distribution of power between center and the states in the Indian constitution is based on the scheme, അതായത് സെന്ററും സ്റ്റേറ്റും, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പവർ, അധികാരത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1931, വളരെ ഇമ്പോർട്ടന്റ് ആണ് 1935. അപ്പൊ ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും ഇപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ്. പിന്നെ ലാഹോർ സെഷൻ 1929 ഒക്കെ പി എസ് സി ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കുന്നതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പല പോയിന്റ്സും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്സും നമ്മളും ഇപ്പോഴും പഠിക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ കാണാത്തതും വളരെ ഡെപ്തിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതും അവർ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഇതൊക്കെ ഇപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ്. ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഡിഗ്രി ലെവൽ എക്സാംസിനുള്ളവർ ഷുവർ ആയിട്ടും പ്രാക്ടീസ് ചെയ്യുക. പി എസ് സി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.